ഓം ശാന്തി 18-2-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കടമയാണ് വീട് വീടാന്തരം ബാബയുടെ സന്ദേശം നൽകുക എന്നത്. ഏത് സാഹചര്യമായാലും യുക്തികൾ രചിച്ച് ബാബയുടെ പരിചയം ഓരോരുത്തർക്കും തീർച്ചയായും നൽകണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ഏത് കാര്യത്തിലാണ് താൽപര്യം വേണ്ടത്? ഉത്തരം: പുതിയ പുതിയ പോയിന്റുകൾ കിട്ടുമ്പോൾ അത് കുറിച്ചു വെക്കുന്നതിനുള്ള താൽപര്യം ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ഇത്രയും പോയിന്റ്സ് ഓർമ്മ നിൽക്കുക ബുദ്ധിമുട്ടാണ്. കുറിച്ചു വെച്ച് പിന്നീട് ആർക്കും മനസ്സിലാക്കി കൊടുക്കാം. എഴുതി വെച്ചു എന്നിട്ട് അത് അതുപോലെ വെച്ചു എന്നാകരുത്. നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് അവ കുറിച്ചു വെക്കുന്നതിൽ വളരെയധികം താൽപര്യം ഉണ്ടാകും. ഗീതം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരെ. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ, ഗീതം കേട്ടുവോ? ആത്മീയ കുട്ടികളെ എന്ന വാക്ക് ഒരു ബാബയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ആത്മീയ അച്ഛനല്ലാതെ മറ്റാർക്കും ഒരിക്കലും ആരെയും ആത്മീയ കുട്ടികളെ എന്ന് വിളിക്കാൻ പറ്റില്ല. കുട്ടികൾക്കറിയാം, സർവാത്മാക്കളുടെയും അച്ഛൻ ഒരേയൊരാളാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. സാഹോദര്യം എന്ന് മഹിമ പറയുന്നുണ്ട്. എന്നാലും മായ പ്രവേശിക്കുന്നതിനാൽ പരമപിത പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നു. അതിനാൽ എല്ലാവരുടെയും അച്ഛനാകുന്നു. രാവണരാജ്യം പഴയ ലോകത്തിലാണ് ഉണ്ടാകുന്നത്. പുതിയ ലോകത്തിൽ രാമരാജ്യം അഥവാ ഈശ്വരീയ രാജ്യമാണ് ഉള്ളത്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ട് രാജ്യങ്ങൾ തീർച്ചയായും ഉണ്ട്. ഈശ്വരീയ രാജ്യവും ആസുരീയ രാജ്യവും, പുതിയ ലോകവും പഴയ ലോകവും. പുതിയ ലോകം തീർച്ചയായും ബാബയായിരിക്കും രചിക്കുക. ഈ ലോകത്തിൽ മനുഷ്യർ പുതിയ ലോകത്തെയും പഴയ ലോകത്തെയും പോലും മനസ്സിലാക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. നിങ്ങൾക്കും ഒന്നും അറിയില്ലായിരുന്നു, വിവരമില്ലാത്തവരായിരുന്നു. പുതിയ സുഖത്തിന്റെ ലോകം ആരാണ് സ്ഥാപിക്കുന്നത്? പിന്നീട് പഴയ ലോകത്തിൽ ദുഃഖം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്വർഗത്തിൽ നിന്ന് നരകമായി മാറുന്നത് എങ്ങനെയാണ്? ഇതൊന്നും ആർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ മനുഷ്യർ തന്നെയല്ലേ അറിയേണ്ടത്? ദേവതകളുടെ ചിത്രമുണ്ട്, എന്നാൽ ആദി സനാതന ദേവീ ദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. ഈ സമയത്തില്ല. ഇത് പ്രജകൾക്കായി പ്രജകളുടെ രാജ്യമാണ്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ശിവബാബ ഭാരതത്തിൽ വന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് മനുഷ്യർക്കറിയില്ല. തന്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയി. നിങ്ങൾക്കിപ്പോൾ ത്രിമൂർത്തികളുടെയും ശിവബാബയുടെയും പരിചയം നൽകണം. ബ്രഹ്മദേവത, വിഷ്ണു ദേവത, ശങ്കർ ദേവത എന്ന് പറയാറുണ്ട്. എന്നിട്ട് പറയും ശിവ പരമാത്മായ നമഃ. അതിനാൽ നിങ്ങൾ കുട്ടികൾ ത്രിമൂർത്തി ശിവന്റെ പരിചയമാണ് നൽകേണ്ടത്. ഇങ്ങനെ സേവനം ചെയ്യണം. ഏത് സാഹചര്യമായാലും ബാബയുടെ പരിചയം നൽകിയാൽ സമ്പത്ത് എടുക്കാം. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ സമ്പത്ത് എടുക്കുകയാണ്. ഇനിയും കൂടുതൽ പേർക്ക് സമ്പത്തെടുക്കണം. വീടുകളിൽ ബാബയുടെ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ കടമയാണ്. വാസ്തവത്തിൽ സന്ദേശവാഹകൻ ഒരേ ഒരു ബാബയാണ്. ബാബ തന്റെ പരിചയം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് ബാബയുടെ പരിചയം നൽകണം. ബാബയുടെ ജ്ഞാനം നൽകണം. മുഖ്യമാണ് ത്രിമൂർത്തി ശിവൻ. ഇത് തന്നെ അടയാള ചിഹ്നമായി നിർമ്മിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നില്ല. അതിൽ ചർക്ക പോലെ ചക്രം നൽകിയിട്ടുണ്ട്. പിന്നെ അതിൽ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം വരുന്നേയില്ല. ഇത് സംസ്കൃത വാക്കാണ്.
ഇപ്പോൾ ബാബയാണ് സത്യം. ഇപ്പോൾ ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതിലൂടെ മുഴുവൻ വിശ്വത്തിനുമേലും നിങ്ങളുടെ വിജയം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പഠിപ്പിലൂടെ സത്യമായും നാരായണനാവാൻ സാധിക്കും. അവർ എന്തെല്ലാം അർത്ഥങ്ങളാണ് മനസ്സിലാക്കുന്നത് അതും അവരോട് ചോദിക്കണം. ബാബ അനേക പ്രകാരത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. എവിടെയെല്ലാം മേളകൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം നദീതീരത്ത് ചെന്ന് മനസ്സിലാക്കി കൊടുക്കൂ. പതിത പാവനി ഗംഗയാവുക സാധ്യമല്ല. നദികൾ സാഗരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിങ്ങൾ മാതാക്കളിൽ ഇപ്പോൾ ജ്ഞാനമുണ്ട്. ഗോമുഖത്തേക്ക് പോകുന്നു. അതിന്റെ വായിൽ നിന്ന് ജലം വരുന്നു. ഇത് ഗംഗാജലമാണെന്ന് കരുതുന്നു. ഇവിടെ ഗംഗാജലം എവിടെ നിന്ന് വന്നു എന്ന് പഠിപ്പും വിവരവും ഉള്ള ആളുകൾ പോലും ചിന്തിക്കുന്നില്ല. ബാണമെയ്തും ഗംഗ പുറത്തു വന്നു എന്ന് ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ജ്ഞാനത്തിന്റെ കാര്യമാണ്. അർജുനൻ ബാണമെയ്തു, അപ്പോൾ ഗംഗ പുറത്തുവന്നു എന്നല്ല. എത്ര ദൂരദൂരങ്ങളിൽ തീർത്ഥാടനത്തിനായി പോകുന്നു. ശങ്കരന്റെ ജടയിൽ നിന്നാണ് ഗംഗ പുറപ്പെടുന്നത്. ഇതിൽ സ്നാനം ചെയ്താൽ മാലാഖയായി മാറും എന്ന് കരുതുന്നു. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുക എന്നതും മാലാഖയായി മാറുക എന്നതും ഒന്ന് തന്നെയല്ലേ? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ പരിചയം തന്നെയാണ് നൽകേണ്ടത്. അതിനാലാണ് ബാബ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ത്രിമൂർത്തി ശിവന്റെ ചിത്രത്തിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. അവരുടെ ത്രിമൂർത്തികളുടെ ചിത്രത്തിൽ ജ്ഞാനം നൽകുന്ന ശിവന്റെ ചിത്രമില്ല. ജ്ഞാനം നേടുന്ന ആളുടെ ചിത്രമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ത്രിമൂർത്തി ശിവന്റെ ചിത്രം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. മുകളിലാണ് ജ്ഞാനം നൽകുന്ന ആൾ. ബ്രഹ്മാവിന് അവരിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത്. പിന്നീട് അതിനെ പ്രചരിപ്പിക്കുന്നു. ഇതിനെയാണ് ഈശ്വരീയ ധർമ്മത്തിന്റെ സ്ഥാപനയുടെ പ്രചരണ മിഷണറി എന്ന് പറയുന്നത്. ഈ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. നിങ്ങൾ കുട്ടികൾക്ക് തന്റെ സത്യധർമ്മത്തിന്റെ അറിവ് ലഭിച്ചു. നിങ്ങൾക്കറിയാം, നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര സന്തുഷ്ടരാകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികളുടെ സന്തോഷത്തിന് പരിമിതികൾ ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ഭഗവാൻ നിരാകാരനായ ശിവനാണ്, അല്ലാതെ കൃഷ്ണനല്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരാളാണ്. സദ്ഗതി എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ദുർഗതി എന്ന് കലിയുഗത്തെയാണ് പറയുന്നത്. പുതിയ ലോകത്തെ പുതിയത് എന്നും പഴയ ലോകത്തെ പഴയത് എന്നുമാണ് പറയുക. മനുഷ്യർ കരുതുന്നത് ഇപ്പോൾ ലോകത്തിന് പഴയതാവാൻ ഇനിയും 40,000 വർഷം ബാക്കിയുണ്ട് എന്നാണ്. എത്ര തെറ്റിദ്ധാരണയിലാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രാജ്യഭാഗ്യം നൽകി. ബാക്കി എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. ആരാണോ എന്റെ മതത്തിലൂടെ നടക്കുന്നത് അവർ ദേവതയാകും. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ മാത്രമേ അറിയുന്നുള്ളൂ. പുതിയവർക്ക് എന്തു മനസ്സിലാകാനാണ്? പൂന്തോട്ടം തയ്യാറാക്കുക എന്നത് നിങ്ങൾ പൂന്തോട്ടക്കാരുടെ ജോലിയാണ്. പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പുതിയ ആളുകളെ കണ്ട് അവർക്ക് ബാബ ജ്ഞാനം നൽകില്ല. ഈ ജോലി നിങ്ങൾ പൂന്തോട്ടം സൂക്ഷിക്കുന്നവരുടേത് ആണ്. ബാബ കൽക്കത്തയിലേക്ക് വരികയാണ് എന്ന് കരുതൂ. കുട്ടികൾ വിചാരിക്കും, എന്റെ ഓഫീസറെ അല്ലെങ്കിൽ ഇന്ന മിത്രത്തെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ബാബ പറയും, അവർ ഒന്നും മനസ്സിലാക്കുകയില്ല. ബുദ്ധുവിനെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെ ആവും.
അതിനാൽ ബാബ പറയുന്നു, പുതിയവരെ ഒരിക്കലും ബാബയുടെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. ഇത് നിങ്ങൾ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ കർത്തവ്യമാണ്, അല്ലാതെ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥന്റേത് അല്ല. പൂന്തോട്ടം നിർമ്മിക്കുക എന്നത് നിങ്ങൾ പൂന്തോട്ടക്കാരുടെ ജോലിയാണ്. ബാബ നിർദ്ദേശം നൽകുന്നു, ഇങ്ങനെ ചെയ്യൂ എന്ന്. അതിനാൽ ബാബ ഒരിക്കലും പുതിയവരെ കാണുന്നില്ല. പക്ഷേ ചിലപ്പോൾ അതിഥികളായി വീട്ടിലേക്ക് വരുമ്പോൾ ദർശനം നടത്തണം എന്ന് പറയുന്നു. നിങ്ങൾ ഞങ്ങളെ എന്തുകൊണ്ടാണ് കാണാൻ അനുവദിക്കാത്തത്? ശങ്കരാചാര്യരുടെ അടുത്തേക്ക് എത്ര പേരാണ് പോകുന്നത്? ഇന്ന് കാലത്ത് ശങ്കരാചാര്യർക്ക് വളരെ വലിയ പദവിയാണ്. പഠിപ്പും വിവരവും ഉള്ള ആളാണ്. എങ്കിലും വികാരത്തിലൂടെ ജന്മമെടുത്തവരല്ലേ. ട്രസ്റ്റുകൾ ഗദ്ദിയിൽ ആരെ വേണമെങ്കിലും ഇരുത്തും. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വേറെ വേറെയാണ്. ബാബ സ്വയം വന്ന് കുട്ടികൾക്ക് തന്റെ പരിചയം നൽകുന്നു. അതായത്, ഞാൻ കൽപ്പകൽപ്പം ഈ പഴയ ശരീരത്തിൽ വരുന്നു. ഇവർക്കും തന്റെ ജന്മങ്ങളെ അറിയുകയില്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്നെഴുതിയിരിക്കുന്നു. മനുഷ്യന് ഇത്രയും ജന്മങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നതിനാൽ മൃഗങ്ങളെയും ചേർത്ത് 84 ലക്ഷം യോനികൾ എന്ന് പറയുന്നു. മനുഷ്യർ എന്ത് കേൾക്കുന്നുവോ അതാണ് സത്യം എന്ന് പറയുന്നു. ശാസ്ത്രങ്ങളിൽ ഉള്ളതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. കൽക്കത്തയിൽ ദേവിമാരുടെ വളരെ ഭംഗിയുള്ള മനോഹരമായ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു, അലങ്കരിക്കുന്നു, പിന്നീടതിനെ ഒഴുക്കിക്കളയുന്നു. ഇതും പാവകളുടെ പൂജ ചെയ്യുന്ന കുട്ടികളാണ്. വളരെ നിഷ്കളങ്കരാണ്. നിങ്ങൾക്കറിയാം, ഇത് നരകമാണ്. സ്വർഗത്തിലാണെങ്കിൽ അളവില്ലാത്ത സുഖമാണ്. ഇപ്പോഴും ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ഏതോ സമയത്ത് സ്വർഗമുണ്ടായിരുന്നു, ഇപ്പോഴില്ല. നരകത്തിന് ശേഷം തീർച്ചയായും വീണ്ടും സ്വർഗം വരും. ഈ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. മനുഷ്യർക്കാണെങ്കിൽ അല്പം പോലും അറിയില്ല. പുതിയവർക്ക് ബാബയുടെ മുന്നിലിരുന്നാലും എന്ത് മനസ്സിലാകാനാണ്? അതിനാൽ പൂന്തോട്ടം സൂക്ഷിക്കുന്നവർ വേണം സംരക്ഷിക്കാൻ. ഇവിടെയാണെങ്കിൽ പൂന്തോട്ടം സൂക്ഷിക്കാൻ വളരെയധികം ആളുകൾ വേണം. മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും പുതുതായി പോയി പഠിക്കാനിരുന്നാൽ ഒന്നും മനസ്സിലാകില്ല. ഈ ജ്ഞാനവും പുതിയതാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് പാവനമാക്കി മാറ്റാനാണ്. എന്നെ ഓർമ്മിക്കൂ, ഞാൻ പാവനമായി മാറും. ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാനമായ ആത്മാക്കളാണ്. അതിനാലാണ് ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, എല്ലാവരിലും പരമാത്മാവുണ്ട് എന്നെല്ലാം പറയുന്നത്. എങ്കിൽ ബാബ ഇങ്ങനെയുള്ളവരുടെ മുന്നിലിരുന്ന് എന്തിന് തലയിട്ടുടയ്ക്കണം? മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുക എന്നത് നിങ്ങൾ പൂന്തോട്ടം സൂക്ഷിക്കുന്നവരുടെ ജോലിയാണ്. നിങ്ങൾക്കറിയാം, ഭക്തി രാത്രിയാണ്, ജ്ഞാനമാണ് പകൽ. ബ്രഹ്മാവിന്റെ പകൽ, ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പാടാറുണ്ട്. പ്രജാപിത ബ്രഹ്മാവിന് തീർച്ചയായും മക്കളും ഉണ്ടാകും. ഇത്രയും ബ്രഹ്മകുമാരന്മാരും കുമാരിമാരുമുണ്ടെങ്കിൽ ഇവരുടെ ബ്രഹ്മാവ് ആരാണ് എന്ന് ചോദിക്കാനുള്ള ബുദ്ധി പോലും ആരിലുമില്ല. നോക്കൂ, പ്രജാപിത ബ്രഹ്മാവ് വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിലൂടെയാണ് ബ്രാഹ്മണ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. ബ്രഹ്മദേവതായ നമഃ എന്നും പറയാറുണ്ട്. ബാബ നിങ്ങൾ കുട്ടികളെ ബ്രാഹ്മണനാക്കി പിന്നീട് ദേവതയാക്കി മാറ്റുന്നു. പുതിയ പുതിയ പോയിന്റ്സ് ലഭിക്കുമ്പോൾ അത് കുറിച്ചു വെക്കുന്നതിൽ കുട്ടികൾക്ക് താൽപര്യമുണ്ടാകണം. നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് നോട്ട് എഴുതുന്ന ശീലം ഉണ്ടാകും. നോട്ട് എഴുതുന്നത് നല്ലതാണ്. എന്തെന്നാൽ ഇത്രയും അധികം പോയിന്റ്സ് ഓർമ്മയിൽ നിൽക്കുക ബുദ്ധിമുട്ടാണ്. കുറിച്ചുവെച്ച്
പിന്നീട് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാം. എഴുതിയ കോപ്പി അതേപടി ഇരിക്കണം എന്നല്ല. പുതിയ പുതിയ പോയിന്റ്സ് ലഭിക്കുമ്പോൾ പഴയ പോയിന്റ്സിന്റെ കോപ്പി അവിടെ തന്നെ ഇരിക്കും. സ്കൂളിലും പഠിക്കാൻ പോകുമ്പോൾ മുൻപ് പഠിച്ച ക്ലാസ്സിലെ പുസ്തകം ബാക്കിയുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവസാനം മന്മനാഭവ എന്നത് മനസ്സിലാക്കി കൊടുക്കണം. ബാബയെയും സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കൂ. മുഖ്യമായ കാര്യം എന്നെ മാത്രം ഓർമ്മിക്കുക എന്നതാണ്. ഇതിനെ തന്നെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. ഭഗവാനാണ് ജ്ഞാനസാഗരം. മനുഷ്യർ ശാസ്ത്രങ്ങളുടെ സാഗരമാണ്. ബാബ ശാസ്ത്രങ്ങളൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ബാബയും ശാസ്ത്രം കേൾപ്പിച്ചാൽ പിന്നെ ഭഗവാനും മനുഷ്യരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? ബാബ പറയുന്നു, ഈ ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അവർ ഓടക്കുഴൽ വായിച്ച് സർപ്പത്തെ പിടിച്ച് പിന്നെ അതിന്റെ പല്ല് പിഴുത് കളയുന്നു. ബാബയും അതുപോലെ വിഷം കുടിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. ഈ വിഷത്തിലൂടെ തന്നെയാണ് മനുഷ്യൻ പതീതമായത്. ബാബ ഇതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു, എന്നിട്ടും ഉപേക്ഷിക്കുന്നില്ല. ബാബ വെളുത്തവരാക്കി മാറ്റുന്നു, എന്നിട്ടും താഴെ വീണ് മുഖം കറുപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികളെ ജ്ഞാനചിതയിൽ ഇരുത്താൻ വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. ജ്ഞാനചിതയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയും ജഗജ്ജീത്തുമായി മാറുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ആത്മീയ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ സന്തോഷമുണ്ടാകണം. എന്തെന്നാൽ നമ്മൾ സത്യധർമ്മത്തിന്റെ സ്ഥാപനയ്ക്ക് നിമിത്തമായിരിക്കുന്നു. സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. 2. പൂന്തോട്ടത്തിലെ ജോലിക്കാരനായി മാറി മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. പൂർണമായും പാലന നൽകി പിന്നീട് ബാബയുടെ മുന്നിൽ കൊണ്ടുവരണം. പരിശ്രമിക്കണം. വരദാനം: ദേഹത്തെയും ലോകത്തെയും മറക്കുന്ന ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗി ശ്രേഷ്ഠാത്മാക്കളുടെ ഇരിപ്പിടമാണ് ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനം. ഇങ്ങനെയൊരു സിംഹാസനം മുഴുവൻ കൽപ്പത്തിലും ലഭിക്കുകയില്ല. വിശ്വത്തിലെ ഒരു രാജ്യത്തിന്റെയോ ഒരു സ്റ്റേറ്റിലെ ഒരു പ്രദേശത്തിന്റെയോ അധികാരം ലഭിക്കുമായിരിക്കും. എന്നാൽ ഈ സിംഹാസനം ലഭിക്കുകയില്ല. ഈ സിംഹാസനം വളരെ വിശാലമാണ്. ഇതിലിരുന്നുകൊണ്ട് നടക്കുകയും ചുറ്റിക്കറങ്ങുകയും കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യാം. ഏത് കുട്ടികളാണോ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരികളായി ഇരിക്കുന്നത്, അവർ ഈ പഴയ ദേഹത്തെയും ദേഹത്തിന്റെ ലോകത്തെയും പൂർണമായും മറക്കുന്നു. അവയെ കണ്ടിട്ടും കാണാതിരിക്കുന്നു. സ്ലോഗൻ: പരിധിയുള്ള പേര്, പദവി, പ്രശസ്തി എന്നിവയുടെ പിറകെ ഓടുന്നത് നിഴലിന് പിറകെ പോകുന്നത് പോലെയാണ്. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കൂ. എങ്ങനെയാണോ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ ഭൂമിക്കടിയിൽ, അതായത് അണ്ടർഗ്രൗണ്ട് ഇരുന്നുകൊണ്ട് നടത്തുന്നത്, അതുപോലെ താങ്കൾ കുട്ടികളും എത്രത്തോളം അണ്ടർഗ്രൗണ്ടിൽ അഥവാ അന്തർമുഖിയായി ഇരിക്കുന്നുവോ അത്രത്തോളം പുതിയ കണ്ടുപിടുത്തങ്ങളും പ്ലാനുകളും ഉണ്ടാക്കുവാൻ സാധിക്കും. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നതിലൂടെ ഒന്നാമതായി വായുമണ്ഡലത്തിൽ നിന്നും സുരക്ഷിതമായി ഇരിക്കാം. രണ്ടാമതായി ഏകാന്തത ലഭിക്കുന്നതിനാൽ മനഃശക്തി വർദ്ധിക്കുന്നു. മൂന്നാമതായി
ഇത് ഏത് വിധത്തിലുമുള്ള മായയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായി മാറുകയും ചെയ്യുന്നു. ഓം ശാന്തി.